ശ്രുതി എങ്ങനെയെങ്കിലും ശ്യാമിന്റെ കള്ളക്കളികളെല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കിയ ശ്യാം ശ്രുതിയെ വഴിതിരിച്ചു വിടാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ശ്രുതിയുടെ ബുട്ടിക്കില് നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ കയറി വരിക. അയാളാണെങ്കിൽ 2-3 ഷർട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഷർട്ടുകൾ എടുത്ത് ട്രയൽ റൂമിലോട്ട് കയറുവാണ്. അതിനുള്ളിൽ കയറി അയാള് ഷർട്ട് ഇട്ട് നോക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, അവിടെ ഒരു ക്യാമറ ഫിക്സ് ചെയ്യാണ്. ട്രയൽ റൂമിൽ ഒരു രഹസ്യ ക്യാമറ അയാൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതെല്ലാം ഓക്കെ ആണെന്ന് നോക്കിയതിന് ശേഷം ആ ഡ്രസ്സ് പോലും ഒന്ന് നിവർത്തി നോക്കാതെ അതേപടി പുറത്തോട്ട് വരുന്നുണ്ട്. അതിലൊരെണ്ണം സെലക്ട് ചെയ്ത് ബില്ല് ചെയ്യാൻ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുക. ശ്രുതി അങ്ങനെ ബില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സർ, ഒരു മിനിറ്റ്, ഞങ്ങളുടെ ഈ ബൊട്ടിക്കിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് ഈ നോട്ടിൽ എഴുതോ എന്നും പറഞ്ഞ് അതും കൊടുക്കുക. അയാൾ അതൊക്കെ എഴുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇങ്ങനൊരു ചതി ചെയ്തിട്ടാണ് അയാൾ അവിടെ നിന്ന് പോയതെന്ന് ശ്രുതി അപ്പോഴും അറിയുന്നുണ്ടായിരിക്കില്ല. പിന്നീടായിട്ട് ശ്രുതിയുടെ അച്ഛൻ റോഡരികില് പൊരി വെയിലത്ത് ഒരു കവറും പിടിച്ചു നിൽക്കുക. ആ വഴിയിലൂടെ വരുന്ന അശ്വിനോടെ വണ്ടി നിർത്തുന്നുണ്ട്. അശ്വിൻ പുറത്തോട്ടിറങ്ങി അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്താ അച്ഛാ അച്ഛനെ വെയിലത്ത് നിൽക്കുന്നേ? ഞാനേ ഒരു ഓട്ടോ വരാൻ വേണ്ടി കാത്തിക്കുമായിരുന്നു. മോനെ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അതെ അച്ഛാ, ഒരു കുഴപ്പമില്ല. അച്ഛനൊരു കാര്യം ചെയ്യേ, വണ്ടിയിലോട്ട് കയറ്, അച്ഛനെ വീട്ടിലോട്ട് ഞാൻ ആക്കിത്തരാം. വേണ്ട മോനെ, മോന് തിരക്കല്ലേ, ഞാൻ പൊക്കോളാം. ഒരു തിരക്കുമില്ല, അച്ഛൻ വണ്ടിയിൽ കയറ്, ഞാൻ വീട്ടിലോട്ടാക്കി തരാം. അശ്വിൻ അങ്ങനെ നിർബന്ധിക്കുന്ന കാരണം ശ്രുതിയുടെ അച്ഛൻ കാറിൽ കയറുന്നുണ്ട്. കുറച്ചു ദൂരം പോകുമ്പോൾ തന്നെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോനെ, ഇപ്പം മോനും മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്ന് അഞ്ജലിയുടെ കാര്യത്തിൽ ഹോസ്പിറ്റലിൽ വെച്ച് മോനും മോളെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ, അതൊക്കെ ഇപ്പോഴും മോൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചതാ. അതൊക്കെ അന്നേ വിട്ടില്ലച്ചാ. അച്ഛൻ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നേ? ആ സമയത്ത് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാ, അല്ലാതെ എനിക്ക് ശ്രുതിയോട് ഒരു ദേഷ്യവുമില്ല. അത് കേട്ടാ മതി അച്ഛന്. അല്ല അച്ഛാ, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അവൾക്ക് ഇഷ്ടപ്പെട്ടത്, അവൾക്ക് കൃഷ്ണനെ ഒരുപാട് ഇഷ്ടാ. കൃഷ്ണൻ എന്ന് വെച്ചാലേ അവൾക്ക് ജീവനാ. അതുപോലെ എന്നെയും പ്രീതിയെയും അമ്മയെയും അമ്മായിയും ഒക്കെ ഒത്തിരി ഇഷ്ടാ. ഇപ്പോഴാണെങ്കിൽ അശ്വിൻ സാറിനെയും അശ്വിൻ സാറിൻ്റെ വീട്ടുകാരെയും അതിലേറെ ഇഷ്ടാ എന്നൊക്കെ പറയുന്നു. വാതോരാതെ സംസാരിക്കുവാണ്. അല്ല, ഇനി ഇഷ്ടമില്ലാത്ത എന്തൊക്കെയാ? അവൾക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ല, മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുന്നത് ഇഷ്ടമല്ല, കൂടുതൽ ദേഷ്യപ്പെടുന്നത് ഇഷ്ടമല്ല. അതുമാത്രമല്ല, ജോലിയിലെ പ്രഷറൊന്നും വീട്ടിൽ വന്ന് അത് മറ്റുള്ളവരുടെ മേത്ത് തീർക്കാൻ പാടില്ല. അതിലൊക്കെ അവൾ ഒരുപാട് സ്ട്രിക്റ്റാ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ആ, അതുപോലെ തന്നെ അവൾക്ക് കള്ളം പറയുന്നതാ തീരെ ഇഷ്ടമല്ലാത്തത്. ഇനിയിപ്പോൾ അവളായിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ തന്നെ അവൾക്കങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. അവരുടെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാനേ അവൾക്ക് തീരെ പാടാ. അന്ന് തന്നെ എൻ്റെ വയ്യായി ഒന്നും അവൾ അമ്മയോട് പറഞ്ഞിരുന്നില്ലല്ലോ. അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് അവളൊന്നും മിണ്ടിയിരുന്നില്ല. എന്നാലും അവളെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് മുഖം പോലും കൊടുക്കാതെ അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവും. മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും അവൾക്ക് വലിയ പാടാ. ഇത് കേൾക്കുന്ന അശ്വിൻ മുന്നേ നടന്നതെല്ലാം ഇങ്ങനെ ചിന്തിക്കുവാണ്. അപ്പോ അന്ന് കാറിലിരുന്ന് ശ്യാമിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവൾ വേഗം ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് കള്ളം പറഞ്ഞ് അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാ. അതുകൊണ്ടാ അവൾ ഇറങ്ങിപ്പോയത്. അവളെന്താ പറയാറെന്നറിയോ? മറ്റുള്ളവർക്ക് വിഷമം വരാതിരിക്കാൻ ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറയാം, അത് ദോഷമൊന്നുമില്ല എന്നാ. ശ്രുതിയുടെ അച്ഛൻ കടയിലോട്ടിങ്ങനെ നോക്കുന്നുണ്ട്. അല്ല, അച്ഛൻ എന്താ നോക്കുന്നേ? അല്ല, അവിടെ ബജ്ജിക്കടയുണ്ട്, ശ്രുതിക്ക് വലിയ ഇഷ്ടാ. അവൾക്ക് കുറച്ച് വാങ്ങിച്ചു തന്നാൽ മോൻ കൊണ്ടു കൊടുക്കുമല്ലോ. അതൊന്നും വേണ്ട അച്ഛാ, ഇനി വൈകിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ അവൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്തോളാം. അച്ഛനിനി അതിനായിട്ട് ബുദ്ധിമുട്ടണ്ട എന്നും പറഞ്ഞ് അച്ഛനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്യാമിനെ ആയിരിക്കും. ശ്യാമ ശ്രുതിയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. ശ്രുതിയുടെയും അശ്വിൻ്റെയും സംസാരം കേൾക്കാനായിട്ട് അവിടെ ഒരു റെക്കോർഡർ വെച്ച് കാണും. ആ റെക്കോർഡർ ഒരു സമയത്ത് കാണാനില്ലായിരുന്നു. രാമേട്ടൻ അവിടെ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ ആ റെക്കോർഡർ കണ്ട് അതെടുത്ത് മാറ്റി വെച്ചിരുന്നു അലമാറയിലേക്ക്. എന്നാ അത് ശ്യാം അന്വേഷിച്ച് റൂമിലോട്ട് വരുന്നുണ്ട്. ശ്രുതിയുടെ റൂമെല്ലാം ലോക്ക് ചെയ്ത് ഉള്ളിൽ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇനി രാമേട്ടൻ ഇവിടെ ക്ലീൻ ചെയ്യുമ്പോൾ അതെടുത്ത് മാറ്റി വെച്ച് കാണും. അയാളോട് ചോദിച്ചാലേ അയാൾ എല്ലാവരോടും പറയും ഇങ്ങനൊരു കാര്യം അന്വേഷിച്ച് ഞാൻ ഈ റൂമ് കയറിയെന്ന്. അതുകൊണ്ട് അത് അന്വേഷിക്കണ്ട, ഇപ്പൊ വന്ന കാര്യം ചെയ്തേക്കാം. അശ്വിൻ്റെ മരുന്ന് തിരയുന്നുണ്ട്. BP-യുടെ ഗുളിക അശ്വിൻ എടുക്കുന്നുണ്ട്. ഒരു ബോട്ടിലായിരിക്കും. ആ ബോട്ടിൽ നോക്കി അശ്വിൻ പറയുന്നുണ്ട്, ഇത് നീ കഴിക്കുന്ന BP-യുടെ ഗുളികയാ,
എന്നാ ഞാനിപ്പോ ഈ ഗുളികയ്ക്ക് പകരം ഹൈ ഡോസുള്ള ഗുളികയാ ഇതിലാക്കുന്നത്. ഈ ഗുളിക കഴിച്ചാലേ നിന്റെ BP അങ്ങ് കൂടും. പിന്നെ പറയണ്ടല്ലോ, പിടിച്ചാ കിട്ടാത്ത അവസ്ഥയായിരിക്കും. ഞരമ്പ് പൊട്ടി നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. വേഗം തന്നെ ആ ബോട്ടിലുള്ള ഗുളികകളെല്ലാം ബെഡിലോട്ട് അങ്ങ് ഇടുന്നുണ്ട്. എന്നിട്ട് ശ്യാം കൊണ്ടുവന്ന ഗുളിക ആ ബോട്ടിൽ നിന്ന് നിറയ്ക്കുക. കാട്ടിലേറ്റവും ശക്തിയുള്ള മൃഗം ആനയാണോ അതോ പുലിയാണോ, അല്ല ഇനി ചെന്നായിയോ സിംഹമാണോ? എന്നാ ഇവിടെ എൻ്റെ മുന്നിലേ ആരും അങ്ങനെ ഞെളിഞ്ഞു നിൽക്കില്ല. എനിക്ക് ശ്രുതിയോടുള്ള സ്നേഹ ഏറ്റവും വലുത്. ശ്രുതി തന്നെയാ എൻ്റെ ജീവൻ. അതുകൊണ്ട് അവളെ സ്വന്തമാക്കാനേ ഞാൻ ഏതറ്റം വരെ പോവും എന്നും പറഞ്ഞ് ആ ബോക്സിൽ തന്നെ ഇട്ട് വയ്ക്കുക. ശരിക്കുള്ള BP ടാബ്ലറ്റ് എല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റി ശ്യാം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രുതിയായിരിക്കും. ശ്രുതി ഷോപ്പിൽ നിന്ന് അക്കൗണ്ട്സൊക്കെ നോക്കുക. അപ്പോൾ ശ്രുതിക്കൊരു കോള് വരുന്നുണ്ട്. ഹായ് ശ്രുതി, നിനക്ക് സുഖമല്ലേ? അല്ല, എനിക്ക് മനസ്സിലായില്ല, താൻ ആരാ? ഞാൻ ആരാണെന്നോ? അതിനു മുൻപേ ഞാൻ നിനക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. മെയിൽ അയച്ചിട്ടുണ്ടെന്നോ? എനിക്കേ അത്യാവശ്യം വർക്കുണ്ട് ഇവിടെ. എന്തെങ്കിലും കാര്യമാണെങ്കിൽ പിന്നെ സംസാരിക്കാം. വെക്കല്ലേ, ആദ്യം ആ മെയിലൊന്ന് ചെക്ക് ചെയ്യടോ, എന്നിട്ട് ബാക്കി കാര്യം പറയാം. അങ്ങനെ ശ്രുതി മെയിൽ നോക്കുന്നുണ്ട്. അതിൽ കാണിക്കുന്നത് ട്രയൽ റൂമിൽ ക്യാമറ വെച്ചതിൽ പതിഞ്ഞ ദൃശ്യങ്ങളായിരിക്കും. പെൺകുട്ടികളെല്ലാം ഡ്രസ്സ് മാറുന്നത് അതിൽ കാണുക. ഇത് കാണുന്നതും ശ്രുതി അങ്ങ് ഞെട്ടുന്നുണ്ട്. എടാ, താൻ എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. നീ ഇപ്പം ചെയ്ത കാര്യത്തിനുണ്ടല്ലോ, നിന്നെ പോലീസിൽ ഏൽപ്പിക്കും ഞാൻ. നോക്കിക്കോ, നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പോലീസിലോ? എന്നങ്ങ് കാണട്ടെ. പോലീസിൽ വിളിച്ചു പറ, എനിക്കത് തന്നെയാ കാണണ്ട്. എന്നാലേ ഒരു കാര്യം കൂടെ ഓർത്താൽ നല്ലതാ. തൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, തൻ്റെ ബുട്ടിക്കിൻ്റെ കാര്യം ഓക്കെ. പക്ഷേ ആ വീഡിയോയിൽ പതിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ അവസ്ഥ താനൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിത് എല്ലാവർക്കും അങ്ങ് സെൻഡ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു നിമിഷം ശ്രുതി ഒന്ന് പതറുന്നുണ്ട്. തനിക്ക് എന്താ വേണ്ടേ? എന്തിനാ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? തൻ്റെ ഭർത്താവുണ്ടല്ലോ, അവൻ്റെ ശത്രുവാണ് ഞാൻ. എനിക്ക് അവൻ്റെ തകർച്ച കാണണം. നീയും അവനും അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ട. എത്രയും വേഗം അവൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോകണം, എന്നേക്കുമായിട്ട് നിന്റെ വീട്ടിലോട്ട്. അതെന്തിനാ? ഞാനെന്തിനാ അശ്വിൻ സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നേ? ഞാൻ പറയുന്നത് പോലെ താൻ ചെയ്താലേ എന്തായാലും വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യില്ല. അതല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കും. ഇത് കേട്ട് ശ്രുതി പേടിക്കുകയാണ്. അപ്പം എന്താ ശ്രുതിയുടെ തീരുമാനം? വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങുന്നതല്ലേ? ഞാൻ കുറച്ച് സമയം തരാം, നല്ല പോലെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. അതുവരെ ഈ വീഡിയോ എൻ്റെ കയ്യിൽ സേഫായിരിക്കും എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ആകെ ടെൻഷനിൽ ശ്രുതി അവിടെ നിന്ന് വേഗം പോകുന്നത് ട്രയൽ റൂമിലോട്ടായിരിക്കും. അതിനുള്ളിൽ കയറി എല്ലാം പരിശോധിക്കുന്നുണ്ട്. ഫാനിനെടുത്ത് വെച്ചിരിക്കുന്ന ആ ക്യാമറ വലിച്ചു പറിച്ചെടുത്ത് ചവിട്ടി പൊട്ടിക്കുവാണ്. അവിടുത്തെ സ്റ്റാഫെല്ലാം വന്ന് ചോദിക്കുന്നുണ്ട്, മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ ട്രയൽ റൂമിൽ വെച്ചിരിക്കുന്ന ക്യാമറയായത്. ആരോ നമ്മളെ ചതിക്കാനായിട്ട് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക, എന്നിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. അയ്യോ, ഇത് വലിയ കാര്യമാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പോലീസിനെ വിവരം അറിയിക്കണോ? പോലീസിനൊന്നും വിവരം അറിയിക്കണ്ട, ഇതെന്തായാലും ഞാൻ നോക്കിക്കോളാം. എനിക്കൊരു പെൺകുട്ടിയുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇക്കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ആവശ്യമൊന്നുമില്ല. ഞാൻ അശ്വിൻ സാറിൻ്റെ അടുത്തൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് അശ്വിൻ ഓഫീസിൽ നിന്ന് വന്ന് BP ടാബ്ലറ്റ് കുടിക്കുന്നതാണ്. അതിനുശേഷം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അശ്വിനാണെങ്കിൽ വലിയ ദേഷ്യത്തിലിങ്ങനെ ഇരിക്കുക. ശ്രുതിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും കാര്യങ്ങളെല്ലാം അശ്വിനെ അറിയിക്കണം, അതായിരിക്കും. അങ്ങനെ ഇരിക്കുകയാണ് ശ്യാം ചിന്തിക്കുന്നത്. അശ്വിൻ ആ ഗുളിക കുടിച്ചോ? അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയൊന്ന് മനസ്സിലാക്കുക. ഒരു വഴിയുണ്ട്. അങ്ങനെ അഞ്ജലിയോട് പറയുന്നുണ്ട്, ദേ അഞ്ജലി, നീ ഇപ്പം എന്നെ പറ്റിക്കുക. ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നീ തീരെ കഴിക്കുന്നില്ലല്ലോ. ഉണ്ട് ശ്യാമേട്ടാ, ഞാൻ ആവശ്യത്തിനൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് പറ്റില്ല, ഞാൻ നിനക്ക് വാരിത്തരാം. നീ അങ്ങനെ പോയാലേ നമ്മുടെ കുഞ്ഞിനാ അതിൻ്റെ ദോഷം. അങ്ങനെ ശ്യാം അഞ്ജലിക്ക് വാരിക്കൊടുക്കുക. ഇതൊക്കെ കണ്ട് BP അങ്ങ് കൂടുന്നുണ്ട് അശ്വിന്. കൂടാതെ ആകാശും പ്രീതിയും ശ്രുതിയൊക്കെ ദേഷ്യത്തിലിങ്ങനെ ശ്യാമിനെ നോക്കുന്നുണ്ട്. അതൊന്നും വകവെക്കാതെ അഞ്ജലിയോട് സംസാരിച്ച് വാരിക്കൊടുക്കുക. പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്. അശ്വിൻ, നീ എങ്ങോട്ടാ പോകുന്നേ? എനിക്ക് നല്ല വിശപ്പില്ല. ഞാനേ വൈകിട്ട് പുറത്തുനിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിരുന്നു, അതുകൊണ്ടാ എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് നീറ്റു പോകുന്നുണ്ട്. അതുപോലെ ശ്രുതി എഴുന്നേക്കുക.
എന്താ ശ്രുതി, നീയും എന്താ ഒന്നും കഴിക്കാത്തെ? മതി ചേച്ചി, എനിക്ക് നല്ല വിശപ്പില്ല. എന്നാലേ അതവിടെ വെക്ക്, ഞാൻ കഴിച്ചോളാം. ഭക്ഷണം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ശ്രുതി മോളെ, നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല മുത്തശ്ശി, എനിക്ക് ചെറിയൊരു തലവേദന, അതുകൊണ്ടാ. മോൾ എന്തായാലും പോയി റെസ്റ്റ് എടുക്ക്, മരുന്നും കഴിക്കുക എന്നും പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയത്ത് അഞ്ജലിക്ക് വാരി കൊടുക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്യാമേട്ട ഞാൻ കഴിച്ചോളാം, എന്നാ കഴിക്കണോട്ടോ എന്നും പറഞ്ഞ് ശ്യാമു എഴുന്നേക്കുക. അശ്വിനാണെങ്കിൽ എന്തൊക്കെയോ ടെൻഷൻ അടിച്ച് പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ശ്രുതി വേഗം അശ്വിൻ്റെ അടുത്ത് ഇക്കാര്യം പറയാനായിട്ട് പുറത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ശ്യാം അങ്ങോട്ട് വരുന്നുണ്ട്. അശ്വിൻ്റെ മുൻപിൽ ശ്രുതിയും ശ്യാമും സംസാരിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം കൂടുമല്ലോ. അതിനായിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്താ ഭക്ഷണം കഴിക്കാതെ വേഗം എഴുന്നേറ്റേ എന്ന് മുത്തശ്ശി ചോദിച്ചിരുന്നു. മുത്തശ്ശി ചോദിച്ചിരുന്നെന്നോ? മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് തലവേദനയാണെന്ന്. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ശ്രുതി എൻ്റെ അടുത്ത് പറയണം. ഈ നേരത്ത് ആകാശ് അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രുതി താൻ പൊക്കോ, ഞാനേ കുറച്ച് സംസാരിക്കട്ടെ ഈ ശ്യാമേട്ടൻ്റെ അടുത്ത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് ശ്യാമേട്ടൻ്റെ തലവേദനയും തലയ്ക്കുള്ള അസുഖമൊക്കെ? അത് കുഴപ്പമൊന്നുമില്ല. അല്ല, അന്നല്ലേ തലവേദനയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയത്? ഇപ്പോഴും ഉണ്ടല്ലേ പഴയ പോലത്തെ ഓരോരോ പ്രശ്നങ്ങൾ? ആ, ഇടയ്ക്കൊക്കെ. എന്നാലേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ വരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. അവിടെ വലിയ ഡോക്ടറാ. എന്തായാലും ശ്യാമേട്ടനെ ഞാനൊന്ന് കൊണ്ടുപോകുന്നുണ്ട് ഡോക്ടറെ കാണാനായിട്ട്. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പറ്റില്ല. ഇതിങ്ങനെ വയ്യാന്ന് വെച്ചോണ്ടിരുന്നാലേ ശരിയാവില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ വന്നേ പറ്റൂ, വരണം എന്നും പറഞ്ഞ് ആകാശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവൻ്റെ സ്വഭാവത്തിലെ ഇപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നീ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതിന് മുൻപ് നിന്റെ ഏട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ ശ്രുതി ഉണ്ടല്ലോ, ഈ വീടിൻ്റെ പടി ഇറങ്ങും. അപ്പം പിന്നെ എല്ലാവരും അതിലായിരിക്കും മുഴുകിയിരിക്കുന്നത്. അപ്പം എന്ത് ഹോസ്പിറ്റല് എന്നായിരിക്കും ശ്യാം ചിന്തിക്കുന്നത്. അശ്വിനാണെങ്കിൽ അപ്പോഴും ദേഷ്യത്തിൽ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്.